നമസ്കാരം. വിൻസെന്റിനെ വിട്ടുകളഞ്ഞില്ല KPCC. ഉമ്മൻചാണ്ടി പിടിച്ചിടത്ത് തന്നെ PCC നിന്നു. UDF യോഗം കഴിഞ്ഞ് ഉമ്മൻചാണ്ടി ഒറ്റപ്പോക്ക്. ഭാരവാഹി യോഗത്തിന് നിൽക്കാതെ. വിൻസെന്റ് എന്ന ഭാരം ഇറക്കി വെക്കാൻ അതുകൊണ്ട് ആരും മുതിർന്നില്ല. വിൻസെന്റിനെ വീഴാതെ നോക്കാൻ തന്നെ നേതാക്കൾ നിശ്ചയിച്ചു. ഹസൻ തന്നെ ആ കാര്യം വിശദീകരിച്ചു. ഉമ്മൻചാണ്ടി ഉറച്ചു നിന്നാൽ അങ്ങനെയാണ്. വനിതാ നേതാക്കളും നിലപാട് കടുപ്പിച്ചില്ല. പാർട്ടിയിലെ പടലപ്പിണക്കമായി കോവളം കത്തുമെന്ന് കരുതിയവർ തൽക്കാലം കാത്തിരിക്കുക. കോടതി കടത്തിപ്പറഞ്ഞാൽ കഥ മാറും. അതുവരെ കോവളം കനലായി കിടക്കും. കോൺഗ്രസ് ഒറ്റക്കെട്ടായി കോവളം MLAക്കൊപ്പമോ എന്ന സംശയമുയരുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1. കോൺഗ്രസ് പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചാൽ കോവളം MLA കുറ്റവിമുക്തനാകുമോ? 2. KPCC യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുക വഴി ഉമ്മൻചാണ്ടി പ്രയോഗിച്ചത് സമ്മർദ്ദ തന്ത്രമോ? 3. ഭാരവാഹി അല്ലാത്തതുകൊണ്ടാണ് വിട്ടുനിന്നതെങ്കിൽ മുൻപുള്ള യോഗങ്ങളിൽ പങ്കെടുത്തതെന്തിന്? 4. വീറോടെ ബാധിച്ച വനിതാ നേതാക്കൾ വിൻസെന്റിന്റെ കാര്യത്തിൽ നിലപാട് മാറ്റിയോ? 5. A ഗ്രൂപ്പിലെ MLAയെ ആപത്തുകാലത്ത് രക്ഷിക്കാൻ ആരെയും കണ്ടില്ലെന്ന വിമർശനത്തിന് പിന്നിലെന്ത്? 6. VIP വരുന്നുണ്ടെന്ന് ജയിലധികൃതർ പറഞ്ഞത് രാഷ്ട്രീയ വേട്ടയാടലെന്ന വാദത്തിന് ബലമേകുന്നു. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം. ആദ്യം ഈ ചൊവ്വാഴ്ചയിലെ പ്രധാന വാർത്തകൾ. വിൻസെന്റ് വേണ്ടപ്പെട്ടവനോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാവ് KP അനിൽകുമാർ, CPM നേതാവ് അഡ്വക്കേറ്റ് AA റഹീം, BJP നേതാവ് VV രാജേഷ്, രാഷ്ട്രീയ നിരീക്ഷകൻ സണ്ണിക്കുട്ടി അബ്രഹാം എന്നിവർ. അതിഥികളിലേക്ക് പോകും മുൻപ് 2 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള.